പ്രിയരെ, ആദ്യ പ്രാക്ടിക്കൽ വീഡിയോയിൽ പിക് 16F877A എന്ന IC-യുടെ ഇന്റേണൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ IC-യുടെ പിൻ കോൺഫിഗറേഷനാണ് പഠിക്കുന്നത്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജിലുള്ള രണ്ട് വശങ്ങളിൽ 20-20 ടോട്ടൽ 40 പിന്നുള്ള മൈക്രോ കൺട്രോളർ IC. ഈ 40 പിന്നിൽ ബേസിക് കണക്ഷന് വേണ്ടിയിട്ട് 7 പിന്നുകൾ. ഏതെല്ലാമാണത്? 4 പിന്നുകൾ പവർ സപ്ലൈക്ക് വേണ്ടി, 2 പിന്നുകൾ ഓസിലേറ്ററിന് വേണ്ടി, 1 പിൻ റീസെറ്റ്. ബാക്കി 33 പിന്നുകൾ 5 IO പോർട്ടുകളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നു. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡ്യുവൽ ഇൻലൈൻ പാക്കേജിലുള്ള ടോട്ടൽ 40 പിന്നുള്ള മൈക്രോ കൺട്രോളർ IC. 1 മുതൽ 20 വരെയുള്ള പിന്നുകൾ, 21 മുതൽ 40 വരെയുള്ള പിന്നുകൾ. ആദ്യമേ നമുക്ക് അതിൻ്റെ ബേസിക് കണക്ഷൻസിലേക്ക് നോക്കാം. പവർ സപ്ലൈക്ക് വേണ്ടി 4 പിന്നുകൾ. അതിൽ 11, 32 പിന്നുകൾ VDD എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അത് പോസിറ്റീവ് 5 വോൾട്ട് നൽകുന്ന പിന്നുകളാണ്. 12, 31 പിന്നുകൾ VSS എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അത് ഗ്രൗണ്ട് ചെയ്യേണ്ട പിന്നുകളാണ്. ഓസിലേറ്ററിന് വേണ്ടിയിട്ട് 13, 14 പിന്നുകൾ ഓസിലേറ്റർ 1, ഓസിലേറ്റർ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ക്ലോക്ക് പൾസിന് വേണ്ടതായ ക്രിസ്റ്റൽ കണക്ട് ചെയ്യേണ്ടത് ഈ പിന്നുകൾക്കിടയിലാണ്. ഒന്നാമത്തെ പിന്ന് റീസെറ്റ് പിന്ന് MCLR ബാർ മാസ്റ്റർ ക്ലിയർ പിന്നാണ്. എപ്പോഴാണോ ഈ പിന്നിൽ ഗ്രൗണ്ട് കണക്ട് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് മൈക്രോ കൺട്രോളർ IC റീസെറ്റ് ആകും എന്നർത്ഥം. നോർമൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ പിന്നിൽ എപ്പോഴും +5 വോൾട്ട് നൽകുന്നു. ഇപ്പോൾ നാം മനസ്സിലാക്കിയ ബേസിക് കണക്ഷൻ്റെ സർക്യൂട്ട് ഇപ്രകാരമാണ്. 7805 എന്ന പോസിറ്റീവ് റെഗുലേറ്റഡ് ICയിൽ നിന്ന് റെഗുലേറ്റ് ചെയ്യപ്പെട്ട +5 വോൾട്ട് VDD പിന്നുകളിലേക്ക് 11, 32 പിന്നുകളിലേക്ക് നൽകിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ 12, 31 പിന്നുകൾ VSS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പിന്നുകൾ ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓസിലേറ്ററിന് വേണ്ടിയിട്ട് 13, 14 പിന്നുകൾ, ആ പിന്നുകൾക്കിടയിൽ ക്രിസ്റ്റൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ പിന്നുകൾ ഒരു കപ്പാസിറ്റർ, 2 കപ്പാസിറ്റേഴ്സ് മുഖേന ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം 20 MHz വരെയുള്ള ക്രിസ്റ്റലുകൾ ഈ ICക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് 15 PF മുതൽ 33 PF വരെയുള്ള കപ്പാസിറ്റേഴ്സ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തെ പിന്നിൽ +5 വോൾട്ടിൽ നിന്ന് തന്നെ 10 കിലോ റെസിസ്റ്റർ വഴി കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ പിന്നിൽ +5 വോൾട്ട് ലഭിക്കുന്നു എന്നർത്ഥം. ആ പിന്നെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് മുഖേന അല്ലെങ്കിൽ റീസെറ്റ് സ്വിച്ച് മുഖേന ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നു ആ സമയത്ത് ഒന്നാമത്തെ പിൻ ഗ്രൗണ്ട് ആകുകയും IC റീസെറ്റ് ആകുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പോർട്ട് പിന്നുകളിലേക്ക് നോക്കാം. ആദ്യത്തെ പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D, പോർട്ട് E, അങ്ങനെ 5 പോർട്ടുകൾ. പോർട്ട് Aയിൽ 6 പിന്നുകളാണുള്ളത്. 2 പിൻ നമ്പർ 2 തുടങ്ങി പിൻ നമ്പർ 7 വരെ 6 പിന്നുകൾ. ആ പിന്നുകൾ 6 പിന്നുകളും ലേബൽ ചെയ്തിരിക്കുന്നത് നോക്കുക. RA0, RA1, RA2, RA3, RA4, RA5, ടോട്ടൽ 6 പിൻസ് ഇൻ പോർട്ട് A. പോർട്ട് Bയിലേക്ക് നോക്കുക. പോർട്ട് Bയിൽ 8 പിന്നുകളാണുള്ളത്. പിൻ നമ്പർ 33 തുടങ്ങി പിൻ നമ്പർ 40 വരെ RB0 മുതൽ RB7 വരെ 8 പിന്നുകൾ ലേബൽ ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പോർട്ട് Cയിൽ 15 തുടങ്ങി പിൻ നമ്പർ 15 തുടങ്ങി 18 വരെ RC0 തുടങ്ങി RC3 വരെ ലേബൽ ചെയ്തിരിക്കുന്നു.
അതേപോലെ തന്നെ പിൻ നമ്പർ 23 മുതൽ 26 വരെയുള്ള പിന്നുകൾ RC4 തുടങ്ങി RC7 വരെ മാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ 8 പിന്നുകൾ പോർട്ട് സിയിലും ഉണ്ട്. പോർട്ട് ഡിയിൽ 19 തുടങ്ങി 22 വരെയുള്ള പിന്നുകൾ RD0, RD1, RD2, RD3 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ പിൻ നമ്പർ 27 തുടങ്ങി 30 വരെയുള്ള പിന്നുകൾ RD4, RD5, RD6, RD7 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. അവിടെയും ടോട്ടൽ 8 പിന്നുകളാണ് ഉള്ളത്. പോർട്ട് ഇയിൽ 3 പിന്നുകൾ 8, 9, 10 പിന്നുകളിലായി RE0, RE1, RE2 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നാം മനസ്സിലാക്കിയ 33 പോർട്ട് പിന്നുകൾ അത് ബൈഡയറക്ഷണൽ ഡിജിറ്റൽ പിന്നുകളാണ്. ഡിജിറ്റൽ ഇൻപുട്ട് സിഗ്നൽസിനെ സ്വീകരിക്കാനും ഡിജിറ്റൽ ഔട്ട്പുട്ട് സിഗ്നൽസിനെ ഡെലിവറി ചെയ്യാനും സാധിക്കുന്ന പിന്നുകൾ. ഫോർ എക്സാമ്പിൾ, ഒരു പിന്നിൽ സ്വിച്ചോ സെൻസറോ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അത് ഇൻപുട്ട് ഡിവൈസുകളാണ്. അതിൽ നിന്നും ഡാറ്റകളെ മൈക്രോ കൺട്രോളറിലേക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പിന്നിൽ LED-യോ മോട്ടറോ റിലേയോ ഡിസ്പ്ലേയോ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അതിലേക്ക് മൈക്രോ കൺട്രോളറിൽ നിന്ന് ഡാറ്റകളെ നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് കൺട്രോളറിന് എങ്ങനെ മനസ്സിലാകും? നിങ്ങൾക്കറിയാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിസ് രജിസ്റ്ററിനെ കോൺഫിഗർ ചെയ്തുകൊണ്ട് നമുക്കത് സാധിക്കും. ഇനിയിപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന സെൻസറിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് സിഗ്നൽ ആയിരുന്നു എന്ന് കരുതുക. നമുക്ക് ഇഷ്ടാനുസരണം ഈ 32 പിന്നുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പിന്നുകളിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്താ? അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഡാറ്റകളാക്കി മാറ്റിയാൽ മാത്രമേ പ്രോസസ്സറിന് CPU-ന് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ട സംവിധാനമാണ് നമ്മുടെ മൈക്രോ കൺട്രോളറിലുള്ള ADC മൊഡ്യൂൾ. അത് നമുക്കറിയാം. ഈ ADC മൊഡ്യൂൾ, നമ്മുടെ മൈക്രോ കൺട്രോളറിലെ ADC മൊഡ്യൂൾ 8 ചാനൽ 10 ബിറ്റ് ADC ആണ്. അതുകൊണ്ട് തന്നെ 8 പിന്നുകൾ, 8 ചാനലാണ്, 8 പിന്നുകൾ ആ അനലോഗ് സിഗ്നൽസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. അത് പോർട്ട് എയിലും പോർട്ട് ഇയിലുമായിട്ടാണ്. ADC പോലെ തന്നെ മറ്റ് ഘടകങ്ങളും നമ്മുടെ മൈക്രോ കൺട്രോളറിലുണ്ട്. നമുക്കറിയാം, CCP മൊഡ്യൂളുണ്ട്, ടൈമർ ബാർ കൗണ്ടർ മൊഡ്യൂളുണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളുകളുണ്ട്. അപ്പം ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിന്നുകളിൽ മാത്രമേ നടത്താനായിട്ട് സാധിക്കൂ. അപ്പോൾ ഓരോ പിന്നിൽ, നമ്മുടെ പോർട്ട് പിന്നുകളെല്ലാം മൾട്ടി ഫങ്ഷൻ പിന്നുകളാണെന്ന് പറയാം. ഒന്നിലധികം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒരു പിന്നിൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻ ആ പിന്നിൽ എങ്ങനെ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും? നേരത്തെ നാം കണ്ടു, ഒരു IO പിന്നിനെ എങ്ങനെ ഇൻപുട്ടാക്കാം, ഔട്ട്പുട്ടാക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് ട്രിസ് രജിസ്റ്ററിനെ കോൺഫിഗർ ചെയ്തുകൊണ്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ ഫങ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതിൻ്റെ കൺട്രോൾ രജിസ്റ്റേഴ്സിനെ കോൺഫിഗർ ചെയ്തുകൊണ്ട് ആ ഫങ്ഷൻസ് ആ പിന്നിൽ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ നാം പറഞ്ഞ ADC-യുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കൺട്രോൾ രജിസ്റ്റേഴ്സ് AD-0, AD-1 എന്ന SFRകളുണ്ട്. ആ SFRനെ കോൺഫിഗർ ചെയ്തുകൊണ്ട് ADC-യെ ഓണാക്കാനും ഏത് ചാനൽ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഒക്കെ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ പോർട്ട് ബിയിലെ 4 പിന്നുകൾ ഒഴികെ ബാക്കി 29 IO പിന്നുകൾ മൾട്ടി ഫങ്ഷൻ പിന്നുകളാണ്. നമുക്ക് വേഗത്തിൽ ആ IO പിന്നുകൾ കൂടി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് പോർട്ട് എയിലെ പിന്നുകളുടെ മറ്റ് ഫങ്ഷൻസ് എന്ത് എന്ന് നോക്കാം. ഈ പോർട്ടിലെ 6 പിന്നുകളിൽ RA4 എന്ന പിന്നൊഴികെ ബാക്കി എല്ലാ പിന്നുകളും അനലോഗ് ഇൻപുട്ട് പിന്നുകളാണ്. ലേബൽ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക: AN0, AN1, AN2, AN3, AN4. അതുപോലെ തന്നെ പോർട്ട് ഇയിലെ
3 പിന്നുകൾ AN5, AN6, AN7, അങ്ങനെ ടോട്ടൽ 8 പിന്നുകൾ. പോർട്ട് എയിലെ 5 പിന്നുകളും പോർട്ട് ഇയിലെ 3 പിന്നുകളും 8 പിന്നുകൾ അനലോഗ് ഇൻപുട്ട് പിന്നുകളാണ്. അതുപോലെ തന്നെ 4-5 പിന്നുകൾ RA2, RA3 പിന്നുകൾ ADCയുടെ റെഫറൻസ് വോൾട്ടേജ് നൽകുന്നതിന് കൂടി ഉപയോഗിക്കുന്നു. RA4 എന്ന് പറയുന്ന പിന്ന് ടൈമർ 0ന്റെ ക്ലോക്ക് ഇൻപുട്ട് പിന്ന് കൂടിയാണ്. പോർട്ട് ബിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യ പിന്ന് റീസെറ്റ് പിന്ന് ശ്രദ്ധിക്കുക. അവിടെ മറ്റൊരു ലേബലിൽ കൂടിയുണ്ട് VPP, ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിന് കൂടിയുള്ള പിന്നാണിത്. എപ്പോൾ ഈ പിന്നിൽ 12 വോൾട്ട് നൽകുന്നു ആ സമയത്ത് മൈക്രോ കൺട്രോളർ IC പ്രോഗ്രാം മോഡിലേക്ക് പോകുന്നു. പ്രോഗ്രാം മോഡിൽ 2 പിന്നുകൾ 39ഉം 40ഉം പിന്നുകളിൽ ലേബൽ ചെയ്തിരിക്കുന്നത് നോക്കുക. PGC, PGD പ്രോഗ്രാമിംഗ് ക്ലോക്കും പ്രോഗ്രാമിംഗ് ഡാറ്റ പിന്നുകളുമായി RB6ഉം RB7ഉം ആക്ട് ചെയ്യുന്നു. മറ്റൊരു ലേബലിൽ RB3യിലാണ് PGM എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് കാണാം. ഈ പിന്ന് ലോ വോൾട്ടേജ് പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട പിന്നാണ്. നാം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് LVP കോൺഫിഗറേഷൻ ബിറ്റ് LVP സെറ്റ് ചെയ്യുമ്പോൾ അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ RB3 എന്ന പിന്നിനെ നമുക്ക് IO പിന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത് പ്രോഗ്രാമിംഗ് ലോ വോൾട്ടേജ് പ്രോഗ്രാമിംഗ് ഇൻപുട്ട് പിന്നായിട്ട് ആക്ട് ചെയ്യും. ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് പിന്നാണ് പിൻ നമ്പർ 33 RB0 എന്ന പിന്ന്. പോർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ അത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി കൂടി യൂസ് ചെയ്യുന്ന പിന്നുകളാണ്. സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ 3 പ്രോട്ടോക്കോളുകളാണ് മനസ്സിലാക്കിയത്. USART വേണ്ടിയിട്ട് 25ഉം 26ഉം പിന്നുകൾ. അതിൽ തന്നെ അസിൻക്രണസ് മോഡിൽ ഡാറ്റ റിസീവ് പിന്നാണ് RC7 എന്നത്, ഡാറ്റ ട്രാൻസ്മിറ്റ് പിന്നാണ് RC6 എന്നത്. സിൻക്രണസ് മോഡിലെ ഡാറ്റ പിന്നാണ് DT എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സിൻക്രണസ് ക്ലോക്ക് CK എന്നത് സിൻക്രണസ് ക്ലോക്കിനെ സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രോട്ടോക്കോൾ SPI ആണ്. SPIക്ക് വേണ്ടിയിട്ട് 3 പിന്നുകൾ പ്രയോജനപ്പെടുത്തുന്നു. പിൻ നമ്പർ 18, 23, 24. യഥാക്രമം SCK, SDI, SDO എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഡാറ്റ ഔട്ട്പുട്ട്, ഡാറ്റ ഇൻപുട്ട്, സീരിയൽ ക്ലോക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. മറ്റൊരു പ്രോട്ടോക്കോൾ I2C ആണ്. I2Cക്ക് 2 പിന്നുകളാണ്. 18ഉം 23ഉം പിന്നുകൾ SCL എന്നും SDA എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. SCL എന്നത് ക്ലോക്ക് പിന്നാണ്. SDA എന്നത് സീരിയൽ ഡാറ്റ പിന്നാണ്. അങ്ങനെ 5 പിന്നുകൾ, പോർട്ട് സിയിലെ 5 പിന്നുകൾ സീരിയൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പിന്നുകളാണ്. മറ്റു 3 പിന്നുകൾ നോക്കിയാൽ RC0 ടൈമർ 1മായി ബന്ധപ്പെട്ട പിന്നാണ്. RC1 ടൈമർ 1ന്റെ ഓസിലേറ്റർ ഇൻപുട്ട് പിന്നാണ്. കൂടാതെ CCP2 എന്ന മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പിന്നുകൂടിയാണ്. RC2 CCP1മായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പോർട്ട് ഡിയിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് PSP പോർട്ട് കൂടിയാണ്. പാരലൽ സ്ലേവ് പോർട്ട്. PSP0 മുതൽ PSP7 വരെ 8 പിന്നുകളും ബൈഡയറക്ഷണൽ ഡാറ്റ പിന്നുകളാണ്. PSP സപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂളുകളുമായി മൈക്രോ കൺട്രോളറിന് ഡാറ്റ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന പോർട്ടാണിത്. TRISC-E എന്ന SFRന്റെ 4th ബിറ്റിനെ സെറ്റ് ചെയ്തുകൊണ്ട് PSP മോഡ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് കൺട്രോളിംഗ് പിന്നായിട്ട് പ്രവർത്തിക്കുന്നത് പോർട്ട് ഇയിലെ ഈ 3 പിന്നുകളുമാണ്. RD, WR, CS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പൊതുവെ പറഞ്ഞാൽ പോർട്ട് എയുടെയും ഇയുടെയും പിന്നുകൾ ADCക്ക് ഇൻപുട്ട് പിന്നുകളാണ്. പോർട്ട് ബിയിലെ പിന്നുകൾ പ്രോഗ്രാമിംഗുമായും ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പോർട്ട് സി സീരിയൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പിന്നുകളാണ്. പോർട്ട് ഡി
പാരലൽ സ്ലേവ് പോർട്ടാണ്. പിക് മൈക്രോ കൺട്രോളർ ഐസിയുടെ പിൻ കോൺഫിഗറേഷനെ കുറിച്ച് നാം മനസ്സിലാക്കി. മൊത്തം 40 പിന്നുള്ള IC, അതിനകത്ത് 7 പിന്നുകൾ ബേസിക് കണക്ഷന് വേണ്ടിയിട്ട്, ബാക്കി 33 പിന്നുകൾ 5 IO പോർട്ടുകളായിട്ട് വിന്യസിച്ചിരിക്കുന്നു. പോർട്ട് എയിലെ 6 പിന്നുകൾ, പോർട്ട് B, C, Dയിലെ 8 പിന്നുകൾ വീതം, പോർട്ട് ഇയിലെ 3 പിന്നുകൾ. ഈ 33 IO പിന്നുകളിൽ പോർട്ട് ബിയിലെ 4 പിന്നുകൾ ഒഴികെ ബാക്കി 29 പിന്നുകളും മൾട്ടി ഫംഗ്ഷൻ ആണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി. പിൻ കോൺഫിഗറേഷനെ പറ്റി ധാരണയായി എന്ന് കരുതുന്നു. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. കൃത്യമായി പ്രോഗ്രാം എഴുതി നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് സ്റ്റോർ ചെയ്യുകയും അതിനനുസരിച്ച് പ്രോഗ്രാമിൽ പറഞ്ഞതിനനുസരിച്ച് IO ഡിവൈസസുകൾ കണക്ട് ചെയ്യുകയും അതിൻ്റെ ബേസിക് കണക്ഷൻസ് കൊടുക്കുകയും ചെയ്താൽ ഈ ICയുടെ പ്രവർത്തനം നമുക്ക് വരുതിയിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു.